Dear friends, you are welcome to Key to Entrance program. It is a competitive entrance examination class for plus 2 commerce students. Here we are discussing some of the multiple choice questions from the Principles of Management by F.W. Taylor. Welcome you once again. Let us start. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. The first question is, who propounded the scientific management? ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നാണ് ചോദ്യം. ഇവിടെ 4 മാനേജ്മെൻറ്റ് എക്സ്പേർട്സിൻ്റെ പേരുകൾ നിങ്ങൾക്ക് കാണാം. അതിലൊന്നാമത്തത് ജോർജ് ആർ ടെറി ആണ്, രണ്ടാമത്തത് ഹെൻറി ഫയോൾ, 3 F.W. ടൈലർ, 4 മാക്സ് വെബർ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം എത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3 F.W. ടൈലർ. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ എന്നാണ്. അദ്ദേഹമാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇതും സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഇൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് F.W. ടൈലർ എംഫസൈസ്ഡ് ഓൺ. ശാസ്ത്രീയ മാനേജ്മെൻറ്റിൽ F.W. ടൈലർ കൂടുതൽ ഊന്നൽ നൽകിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ 5 ഓപ്ഷൻസ് തന്നിരിക്കുന്നു. എ മുതൽ ഇ വരെയുള്ള ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്ഷൻ നമ്പർ എ, ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി ബൈ അപ്ലൈയിങ് ദ ബെസ്റ്റ് വേ ഓഫ് പ്രൊഡക്ഷൻ. Option number B, workers should cooperate with the management. Workers should cooperate with the management. Option number C, time rate wage system for rewarding workers. Then option number D, scientific methods should substitute the rule of thumb. Then option number E says that trade unions are necessary for collective bargaining. Then we have to select the correct option from the following. Option number 1, A, B and C. Option number 2, B, C and E. Option number 3, A and C only. Then option number 4, A, B and D. ഇതിൽ ആൻസർ നമുക്കറിയാം എ, ബി ആൻഡ് ഡി എന്ന 4ാമത്തെ ഓപ്ഷനാണ്. എന്താണ് എ സൂചിപ്പിക്കുന്നത്? ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി ബൈ അപ്ലൈയിങ് ദ ബെസ്റ്റ് വേ ഓഫ് പ്രൊഡക്ഷൻ. ബി എന്താണ് പറഞ്ഞിട്ടുള്ളത്? വർക്കേഴ്സ് ഷുഡ് കോഓപ്പറേറ്റ് വിത്ത് ദ മാനേജ്മെൻറ്റ്. വർക്കേഴ്സ് ആരുമായി സഹകരിക്കണം? മാനേജ്മെൻറ്റുമായി സഹകരിക്കണം. ദെൻ ഡി എന്ന ഓപ്ഷൻ എന്താണ് സൂചിപ്പിക്കുന്നത്? സയൻറ്റിഫിക് മെത്തേഡ്സ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. റൂൾ ഓഫ് തമ്പ്, അതായത് ട്രയൽ ആൻഡ് എറർ എന്ന രീതി മാറ്റി പകരം ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കണമെന്നാണ് F.W. ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലൂടെ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഡ്യൂറേഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് എംപ്ലോയീസ് റെസ്റ്റ് ഇൻ്റർവെൽസ് ആർ ഫിക്സ്ഡ് ബൈ. ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെസ്റ്റ് ഇൻ്റർവെൽസ് തീരുമാനിക്കേണ്ടത്, ഇൻ്റർവെൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്? അത് ഇൻ്റർവെല്ലിൻ്റെ ഡ്യൂറേഷനും അതുപോലെ ഫ്രീക്വൻസിയും തീരുമാനിക്കേണ്ടത് ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഹിയർ ആർ 4 ഓപ്ഷൻസ്. 1, ടൈം സ്റ്റഡി. 2, മോഷൻ സ്റ്റഡി. 3, ഫാറ്റിക് സ്റ്റഡി ആൻഡ് 4th വൺ ഈസ് മെത്തേഡ് സ്റ്റഡി. നമുക്കറിയാം ഫാറ്റിക് സ്റ്റഡി അഥവാ ക്ഷീണ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെസ്റ്റ് ഇൻ്റർവെൽസ് തീരുമാനിക്കേണ്ടതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ദെൻ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സി ദ ക്വസ്റ്റ്യൻ, knowing exactly what you want men to do and seeing that they do it in the best and cheapest way. Once again, knowing exactly what you want men to do. നമ്മൾ ഒരു മാനേജർ എന്ന നിലയ്ക്ക്, ഒരു ലീഡർ എന്ന നിലയ്ക്ക് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നമ്മുടെ സബോർഡിനേറ്റ്സ് അഥവാ ടീം മെമ്പേഴ്സ് എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ധാരണ ഒരു മാനേജർക്ക് ഉണ്ടാവണം. ദെൻ ആൻഡ് ഓൾസോ വി ഹാവ് ടു സീ ദാറ്റ് വെദർ ദേ ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മാനർ. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ അവരത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏതിനെയാണ്? 1, ഫെയർ ഡേയ്സ് വർക്ക്. ദെൻ 2, സ്റ്റാൻഡർഡൈസേഷൻ. 3, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. 4, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. നമുക്കറിയാം ശാസ്ത്രീയ മാനേജ്മെൻറ്റിനെയാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. വൺസ് അഗെയിൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്നുകൂടെ കാണാം. knowing exactly what you want men to do and seeing that they do it in the best and cheapest way. ഓക്കെ, അടുത്ത മറ്റൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ടൈലറുമായി ബന്ധപ്പെട്ട F.W. ടൈലറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ടൈലർ റെക്കഗ്നൈസ്ഡ് ദാറ്റ് ദിസ് കോൺഫ്ലിക്റ്റ് ഹെൽപ്ഡ് നൺ ദ വർക്കേഴ്സ് ദ മാനേജ്മെൻറ്റ്. വർക്കേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും ഈ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഒരിക്കലും സഹായിക്കില്ല. ഓർ ദ ഫാക്ടറി ഓണേഴ്സിനെയും സഹായിക്കില്ല. The scientific management principles highlighted in this statement. ഈ മുകളിൽ തന്നിട്ടുള്ള സെൻറ്റൻസിൽ നിന്നും ശാസ്ത്രീയ മാനേജ്മെൻറ്റ് ഊന്നൽ നൽകുന്നത് ഏതിനെയാണ്? 1, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. 2, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. Number 3, cooperation not individualism. Number 4, development of greatest efficiency and prosperity. നമുക്കറിയാം ഇറ്റ് ഈസ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ സ്ഥാപനത്തിൽ വേണ്ടത്, അല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളല്ല. അതാണ് ഈ ഒരു ശാസ്ത്രീയ മാനേജ്മെൻറ്റ് തത്വം ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്.
The question is that workers should desist or abstain from going on strike and making unreasonable demands on the management. Question meaning ഒന്നുകൂടെ മനസ്സിലാക്കാം. Workers should away from going on strike, സമരം പോലുള്ള അല്ലെങ്കിൽ സ്ട്രൈക്ക് പോലുള്ള സംഗതികളിലേക്ക് വർക്കേഴ്സ് പോകാൻ പാടില്ല. ആൻഡ് മേക്കിംഗ് അൺറീസണബിൾ ഡിമാൻഡ്സ് ഓൺ ദ മാനേജ്മെൻറ്റ്, അനാവശ്യമായ ചില ഡിമാൻഡുകൾ മാനേജിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്താനും പാടില്ല. ഐഡൻറ്റിഫൈ ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ റെഫേർഡ് ഹിയർ. ഇവിടെ ഏത് മാനേജ്മെൻറ്റ് തത്വമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഊന്നൽ നൽകിയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ ദെയർ. നമ്പർ 1 സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, 2 harmony not discord, then third one is cooperation not individualism, and number 4 development of greatest efficiency and prosperity. ഇവിടെ ആ സെൻറ്റൻസിൽ നിന്നും കൃത്യമായ ധാരണ നമുക്ക് ലഭിക്കും. വർക്കേഴ്സ് ഷുഡ് എവേ ഫ്രം ഗോയിങ് ഓൺ സ്ട്രൈക്ക് ആൻഡ് മേക്കിംഗ് അൺറീസണബിൾ ഡിമാൻഡ്സ് ഓൺ ദ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കോഓപ്പറേഷനാണ്, അല്ലേ, സഹകരണമാണ്. വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ സഹകരിച്ച് മുന്നോട്ട് പോകണം, അല്ലാതെ ഇൻഡിവിജ്വലിസത്തിനല്ല പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് ഈ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, then മറ്റൊരു ചോദ്യം ഇതാണ്. ഈച്ച് പേഴ്സൺ ഫോർ ദ ഓർഗനൈസേഷൻ ഷുഡ് ബി സയൻറ്റിഫിക്കലി സെലക്റ്റഡ് ആൻഡ് ഗിവ് റിക്വയർഡ് ട്രെയിനിങ്. ഈച്ച് പേഴ്സൺ ഫോർ ദ ഓർഗനൈസേഷൻ, സ്ഥാപനത്തിലേക്ക് വരുന്ന ഓരോ എംപ്ലോയിയെയും ഓരോ വ്യക്തിയെയും എന്ത് ചെയ്യണം, ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കുകയും അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നൽകുകയും വേണം. ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ മാനേജ്മെൻറ്റ് തത്വം ഏതാണ്? 1 സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, 2 ഹാർമണി നോട്ട് ഡിസ്കോർഡ്, 3 കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, 4 ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. അല്ലേ, ഇതിൽ നമുക്കറിയാം എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഇവിടെ ഊന്നി പറഞ്ഞിട്ടുള്ള കാര്യം. സോ ദ ഓപ്ഷൻ നമ്പർ 4 ഈസ് കറക്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പോൾ നമ്മുടെ എംപ്ലോയീസിനെ പരമാവധി ഉന്നതിയിലേക്ക് എത്തിക്കണമെങ്കിൽ, അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ഈച്ച് പേഴ്സൺ should be selected scientifically and we have to give them proper training. So ഓപ്ഷൻ നമ്പർ 4 ആണ് ഇവിടെ ശരി ഉത്തരമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ദ ബേസിക് ഐഡിയ പ്രോംപ്റ്റഡ് ബൈ ടൈലർ ടു സജസ്റ്റ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പുമായിട്ടാണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ കുറിച്ചൊരു ആശയം, ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓരോ വർക്കറെയും സഹായിക്കാൻ 8ഓളം ടീം ലീഡേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അവരെയാണ്, ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം സൂപ്പർവൈസേഴ്സ് ഓരോ വർക്കേഴ്സിനെയും സഹായിക്കാൻ വേണ്ടി നിലകൊള്ളുന്നുണ്ട്. ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ദ ബേസിക് ഐഡിയ പ്രോംപ്റ്റഡ് ബൈ ടൈലർ ടു സജസ്റ്റ് ദ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈസ് നമ്പർ 1 ടീം വർക്ക് ഈസ് എസെൻഷ്യൽ ടു അച്ചീവ് ദ ഗ്രൂപ്പ് ഗോൾസ്. നമ്പർ 2 എ സിംഗിൾ പേഴ്സൺ കുഡ് നോട്ട് പൊസസ് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫോർമാൻ. ഒരു ഫോർമാൻ്റെ എല്ലാ കഴിവുകളും എല്ലാ സ്കിൽസും അല്ലെങ്കിൽ ക്വാളിറ്റീസും ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നു ഫോർമാൻ ഈസ് ദ ലോവസ്റ്റ് റാങ്കിങ് മാനേജർ ആൻഡ് ഹയസ്റ്റ് റാങ്കിങ് വർക്കർ. ഓക്കെ, ദെൻ നാലാമത്തെ ഓപ്ഷനിലേക്ക് വരാം. വർക്കേഴ്സ് ഷുഡ് ബി റിവാർഡഡ് ഫോർ ദെയർ സജഷൻസ് യൂസ്ഫുൾ ടു ദ ഓർഗനൈസേഷൻ. വർക്കേഴ്സിന് റിവാർഡ് നൽകിക്കൊണ്ടിരിക്കണം എന്നൊക്കെയാണ് സൂചിപ്പിച്ചത്. ഓക്കെ, ഇതിലേതാ ശരി ഉത്തരം? നോക്കൂ, ടൈലർ കൂടുതൽ ഊന്നൽ നൽകിയത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പുമായി കൂടുതൽ എംഫസൈസ് കൊടുത്തിട്ടുള്ളത് ഏതിനാണ്? ഓപ്ഷൻ നമ്പർ 2 എ സിംഗിൾ പേഴ്സൺ കുഡ് നോട്ട് പൊസസ് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫോർമാൻ. അതുകൊണ്ടാണ് 8ഓളം ഫോർമാൻമാർ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഓരോ വർക്കറെയും സഹായിക്കാൻ വേണ്ടി നിലകൊള്ളുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യം നമുക്കിവിടെ കാണാം. ദ നമ്പർ ഓഫ് സൂപ്പർവൈസേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് മോഡൽ. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ എത്ര ഫോർമാൻമാർ ഉണ്ട് ഓരോ വർക്കറെയും സഹായിക്കാൻ എന്നതാണ് ചോദ്യം. 4 ആണോ, 6 ആണോ, 8 ആണോ, 10 ആണോ? നമുക്കറിയാം ഇറ്റ് ഈസ് 8, അല്ലേ. മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. 8 ആണ് കറക്റ്റായിട്ടുള്ള ഫോർമാൻമാരുടെ എണ്ണം. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കാം. ഷീ കീപ്സ് മെറ്റീരിയൽസ്, മെഷീൻസ്, ടൂൾസ് എക്സെട്രാ റെഡി ഫോർ ഓപ്പറേഷൻസ് ബൈ കൺസേൺഡ് വർക്കേഴ്സ്. Once again, she or he keeps materials, machines, tools, etc. for ready for operations by concerned workers, whose work is described here under the functional foremanship. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത്? അദ്ദേഹം അവർ മെറ്റീരിയൽസ്, മെഷീൻസ്, ഉപകരണങ്ങൾ തുടങ്ങിയതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വർക്കേഴ്സ് വരുന്നു, അപ്പോൾ അറ്റ് ദ വെരി മൊമെൻറ്റ് ദേ ക്യാൻ സ്റ്റാർട്ട് ദെയർ വർക്ക്. ഇത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ പ്രതിപാദിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ഏത് ഫോർമാൻ്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് ആർ ദെയർ. ഓപ്ഷൻ നമ്പർ 1 റൂട്ട് ക്ലർക്ക്, ഓപ്ഷൻ നമ്പർ 2 റിപ്പയർ ബോസ്, 3 ഗ്യാങ് ബോസ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. ഇവിടെ ആരാണ്? ഗ്യാങ് ബോസ് ആണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. എല്ലാ സംഗതികളും കൃത്യമായി അസംബിൾ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗ്യാങ് ബോസ് എന്ന ഫോർമാനാണ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. Checking the quality of work is the responsibility of dash.
Once again, checking the quality of work is the responsibility of dash under the functional foremanship technique suggested by Taylor. അപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പ്രകാരം ആ ഒരു സിസ്റ്റം അനുസരിച്ച് ആരാണ് ഓരോ പ്രോഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ സർവീസിൻ്റെയും ക്വാളിറ്റി ഉറപ്പ് വരുത്തേണ്ടത് എന്ന് നമുക്ക് കൃത്യമായ ധാരണയുള്ളൊരു കാര്യമാണ്. ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണ്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ ഒന്ന് കാണാം. ദാറ്റ് ഈസ് ഗ്യാങ് ബോസ്. ശരിയാവാൻ സാധ്യതയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ റിപ്പയർ ബോസ്, അതും ശരിയാവാനുള്ള സാധ്യത കാണുന്നില്ല. മൂന്നാമത്തെ ഇൻസ്പെക്ടറാണ്, അത് ശരിയാവാനുള്ള സാധ്യത നമുക്ക് കാണാം. ദെൻ നമ്പർ 4 ഡിസിപ്ലിനേറിയൻ, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയും മറ്റൊന്നാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടറാണ് ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമുള്ള ഫോർമാൻ. ഓക്കെ, ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും അല്ലേ? അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, FW ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോൺ ചാർജറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് വളരെ രസകരമായ ഒരു ചോദ്യമായിരിക്കും. സെയിം ചാർജർ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് മൊബൈൽ ഫോൺസ് അല്ലേ? നമ്മളുടെ ജീവിത അനുഭവം തന്നെയാണത്. ഒരു ചാർജർ ഉപയോഗിച്ചുകൊണ്ട് പല മൊബൈൽ ഫോണുകൾ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഒരു കാര്യം? ഒന്ന് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക്, 2 മെത്തേഡ് സ്റ്റഡി, 3 സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, 4 ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. നമുക്കൊരു നിലവാരം നിശ്ചയിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഒരു നിലവാരം നിശ്ചയിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാർജറുകളുടെ പിന്നുകൾ C ടൈപ്പ് ആവാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ടൈപ്പ് ആവാം. അപ്പോൾ അത് ഏത് തന്നെയായാലും നമുക്ക് പലതരം മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കാൻ സാധിക്കും. യെസ്, ഇത് സ്റ്റാൻഡർഡൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായത്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക്. ദെൻ ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ മാച്ച് ദ ഫോളോയിങ് എന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ടേബിൾ തന്നിരിക്കുന്നു, 2 കോളങ്ങളിൽ ടേബിൾ 1 ടേബിൾ 2 എന്ന രീതിയിൽ 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ തന്നിരിക്കുന്നു. രണ്ടാമത്തെ കോളത്തിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ, ഡിസ്ക്രിപ്ഷനാണ് തന്നിട്ടുള്ളത്. നോക്കാം, ആ ഓപ്ഷൻസ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഒന്നാമത്തത് ഓപ്ഷൻ നമ്പർ എ പറയുന്നു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ബി സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക്, സി മോഷൻ സ്റ്റഡി, ഡി ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഇതുമായി മാച്ച് ചെയ്യുന്ന ടേബിളിലെ രണ്ടാമത്തെ കോളം നമുക്ക് ശ്രദ്ധിക്കാം. ബെഞ്ച് മാർക്കിംഗ് ത്രൂ വർക്ക് സ്റ്റഡി. ദെൻ രണ്ടാമത്തത് എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. നമ്പർ 3 ഹയർ റിവാർഡ് ഫോർ എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. ആൻഡ് നമ്പർ 4 എലിമിനേറ്റിംഗ് അൺനെസസറി മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഇതിൽ ഏത് ഓപ്ഷനാണ്, താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ളതിൽ ഏത് ഓപ്ഷനാണ് ശരിയായത് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അല്ലേ? ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. എയും 1 തമ്മിലാണ് മാച്ച് ചെയ്യുന്നത്, ബിയും 2 തമ്മിലാണ് മാച്ച് ചെയ്യുന്നത്, സിയും 4 തമ്മിലാണ് മാച്ച് ചെയ്യുന്നത്, ഡിയും 3 തമ്മിലാണ് മാച്ച് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഓപ്ഷനും നിങ്ങൾ സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കുക. ദെൻ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ ഇവിടെ ശരി ഉത്തരം എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നോക്കാം, രണ്ടാമത്തെ ഉത്തരമാണ് കറക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഉത്തരത്തിൽ എന്താ സൂചിപ്പിക്കുന്നത്? എയും 2 തമ്മിലാണ് മാച്ച് ചെയ്യുന്നത് അല്ലേ? എ എന്താണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. 2 എക്സ്റ്റൻഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കാണ് ശരിയാണ്. ഫോർമാൻമാരെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ഒരു വർക്കറെ സഹായിക്കാൻ വേണ്ടി 8ഓളം ഫോർമാൻമാരുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങളാണ് ചെയ്യുന്നത്. ഒരാൾ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കാണ്, മറ്റൊരാൾ റൂട്ട് ക്ലർക്കാണ്, സ്പീഡ് ബോസാണ്, ഗ്യാങ് ബോസാണ്, അങ്ങനെ പോകുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഓരോരുത്തരും ഓരോരോ ഉത്തരവാദിത്തങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഡിവിഷൻ ഓഫ് വർക്കുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇനി ബി 1 മാച്ച് ചെയ്യുന്നത്. ബി എന്താണ് സൂചിപ്പിക്കുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്കാണ്. ഓരോ വർക്കിനും നിലവാരം നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട്. അത് മാച്ച് ചെയ്യുന്നത് 1 ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കൂ, ബെഞ്ച് മാർക്കിംഗ് ത്രൂ വർക്ക് സ്റ്റഡി അല്ലേ? നമ്മുടെ ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തുകയും അതിനൊരു ബെഞ്ച് മാർക്ക് അഥവാ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. ദെൻ സി ഏതുമായി മാച്ച് ചെയ്യുന്നു നോക്കാം. മോഷൻ സ്റ്റഡിയാണ്. മോഷൻ സ്റ്റഡി 4ാമത്തെ പോയിൻറ്റുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. വട്ട് ഈസ് ഇൻ പോയിൻറ്റ് നമ്പർ 4 എലിമിനേറ്റിംഗ് അൺനെസസറി മൂവ്മെൻറ്റ്. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും അനാവശ്യമായ മൂവ്മെൻറ്റ്സ് നഷ്ടങ്ങൾ വരുത്തി വയ്ക്കും. സമയനഷ്ടവുമുണ്ട്, സാമ്പത്തികമായ നഷ്ടവുമുണ്ട്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായ മൂവ്മെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ എംപ്ലോയീസിനെയും അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയും എല്ലാം തന്നെ സജ്ജമാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിന് കൃത്യമായ ഒരു ലാഭം അല്ലെങ്കിൽ എഫിഷ്യൻസി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സി മാച്ച് ചെയ്യുന്നത് 4ാമത്തെ പോയിൻറ്റുമായിട്ടാണ്. ദെൻ ഡി മാച്ച് ചെയ്യുന്നത് 3ാമത്തെ പോയിൻറ്റുമായിട്ടാണ്. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റമാണ്. അത് മാച്ച് ചെയ്യുന്നത് ഹയർ റിവാർഡ് ഫോർ എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. കൂടുതൽ നന്നായി വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് കൂടുതൽ കൂലി അഥവാ ശമ്പളം ലഭിക്കുന്ന ഒരു സംവിധാനമാണ്. ടൈം റേറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിയല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് എപ്പോഴും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന അഥവാ കൂലി ലഭിക്കുന്ന ഒരു സംവിധാനമാണ്. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ടൈലർ, FW ടൈലറാണ് ഇവിടെ സൂചിപ്പിച്ചത്. അക്കോർഡിംഗ് ടു ടൈലർ, ഡാഷ് ഇൻവോൾവ്സ് എ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ്. ഹൈലൈറ്റ് ദാറ്റ് ടേം, ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് one another from competition
ടു കോഓപ്പറേഷൻ. കോമ്പറ്റീഷൻ അല്ല വേണ്ടത്, പകരം കോഓപ്പറേഷനാണ് വേണ്ടത്. ആരൊക്കെ തമ്മിൽ? മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ. അതിന് ഒരു മാനസിക പരിവർത്തനമാണ് നമുക്ക് ആവശ്യം. ആ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് ഇവിടെ ശരി? ടൈലർ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ഏതിനാണ് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഒന്നാമത് സൈക്കോളജിക്കൽ അപ്രോച്ച്, 2 ഫാറ്റിക് സ്റ്റഡി, 3 സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, 4 മെൻ്റൽ റെവല്യൂഷൻ. അപ്പോൾ മെൻ്റൽ റെവല്യൂഷനാണ് ഇവിടെ ഫോക്കസ് നൽകിയിട്ടുള്ളത്. ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്, അല്ലേ? മാനസികമായ പരിവർത്തനമാണ് ഉണ്ടാവേണ്ടത്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഷെയർ as a manager or as a entrepreneur, we have to share the gains of the business to the employees also or team members also എന്നാണ് മെൻ്റൽ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, അതായത് FW ടൈലർ believed that the organizations could improve productivity അഥവാ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്താൽ സാധിക്കുമെന്നാണ് FW ടൈലർ ഉദ്ദേശിക്കുന്നത്. നോക്കാം, ഓപ്ഷൻസ് തന്നിട്ടുള്ളത്: ഇൻക്രീസിങ് വർക്കർ വേജസ്, വർക്കേഴ്സിൻ്റെ വേജസ് വർദ്ധിപ്പിച്ച് നൽകുക; റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുക; ദെൻ അപ്ലൈയിങ് സയൻറ്റിഫിക് മെത്തേഡ്സ് ടു വർക്ക് പ്രോസസ്, ശാസ്ത്രീയമായ രീതികൾ നമ്മുടെ വർക്ക് പ്രോസസ്സിൽ കൊണ്ടുവരിക; ദെൻ പ്രൊമോട്ടിംഗ് ടീം വർക്ക് എമംഗ് എംപ്ലോയീസിൻ്റെ ഇടയിൽ ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷനാണ് അപ്ലൈയിങ് സയൻറ്റിഫിക് മെത്തേഡ്സ് ടു വർക്ക് പ്രോസസ്. ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് വളരെ സിംപ്ലിഫൈ ചെയ്യപ്പെടും. അതുവഴി കൂടുതൽ ലാഭമുണ്ടാക്കാം, അഥവാ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് FW ടൈലർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ വിച്ച് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഡിഡ് ടൈലർ ഇൻട്രൊഡ്യൂസ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ഇൻ ദ വർക്ക് പ്ലേസ്? ഏത് കൺസെപ്റ്റാണ് ടൈലർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? എവിടെ? വർക്ക് പ്ലേസിൽ, അല്ലേ? 4 ഓപ്ഷൻസ് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായി എംപ്ലോയി മോട്ടിവേഷൻ ഉണ്ടാവണം, 2 ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്, 3 ജോബ് റൊട്ടേഷൻ, 4 ലേബർ യൂണിയൻസ്. ഇതിൽ ഏതാണ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകമെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് നോ വൺ എൽസ്, ദറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 2 ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് ആണ്. ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്. ഓക്കെ, ദെൻ ഹൗ ഡിഡ് ടൈലർ propose to match workers with their roles? ടൈലർ എന്താണ് സൂചിപ്പിക്കുന്നത്? മാച്ച് വർക്കേഴ്സ് വിത്ത് ദെയർ റോൾസ്. ഓരോ വർക്കർക്കും അവർക്ക് എന്ത് ഡ്യൂട്ടിയാണ്, എന്ത് പങ്കാണ് സ്ഥാപനത്തിൽ വഹിക്കാനുള്ളത് എന്നാണ് ടൈലർ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, റാൻഡംലി അസൈൻ വർക്കേഴ്സ് ടു ജോബ്; ഓപ്ഷൻ നമ്പർ 2, ഹയർ വർക്കേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ എഡ്യൂക്കേഷൻ; നമ്പർ 3, സെലക്ട് ആൻഡ് ട്രെയിൻ വർക്കേഴ്സ് കെയർഫുള്ളി; ആൻഡ് ഫോർത്ത് വൺ ഈസ് പ്രൊമോട്ട് വർക്കേഴ്സ് ബേസ്ഡ് ഓൺ സീനിയോറിറ്റി. അപ്പോൾ ഇതിൽ ഏറ്റവും അനുയോജ്യമായ കാര്യം വർക്കേഴ്സിനെ അവരുടെ റോളുമായി മാച്ച് ചെയ്യാൻ, അവരുടെ തൊഴിലുമായി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനവുമായി മാച്ച് ചെയ്യേണ്ടത് എവിടെയാണ്? സെലക്ട് ആൻഡ് ട്രെയിൻ വർക്കേഴ്സ് കെയർഫുള്ളി. അങ്ങനെ ഒരു സയൻറ്റിഫിക് രീതിയിൽ നമ്മൾ വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അവർക്ക് ആ ജോലി വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി ചെയ്യാൻ സാധിക്കുമെന്നാണ് ടൈലർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ദറ്റ് ഈസ്, വാട്ട് ക്രിറ്റിസിസം ഡിഡ് ടൈലേഴ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫേസ്? ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിന് എതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്: ദേ വെയർ ടു ഫോക്കസ്ഡ് ഓൺ എംപ്ലോയി വെൽബീയിങ്. എംപ്ലോയീസിൻ്റെ വെൽബീയിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് പറയുന്നു. ദേ ഡീഹ്യൂമനൈസ്ഡ് വർക്ക് ആൻഡ് വർക്കേഴ്സിന് വലിയ പ്രാധാന്യം നൽകിയില്ല, മനുഷ്യത്വത്തിന് വലിയ പ്രാധാന്യം നൽകിയില്ല എന്ന് പറയുന്നു. ദേ ഇഗ്നോർഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രോസസ്. നിലവാരത്തിന് വലിയ പ്രാധാന്യം നൽകിയില്ല എന്ന് പറയുന്നു. ദേ അഡ്വക്കേറ്റഡ് ഫോർ ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേറ്റ് ചെയ്താൽ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാകുമെന്നാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറയുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ നമ്പർ 2 ആണ്. എന്താണ് ഓപ്ഷൻ നമ്പർ 2-ലുള്ളത്? ദേ ഡീഹ്യൂമനൈസ്ഡ് വർക്ക് ആൻഡ് വർക്കേഴ്സിന് കാര്യമായ പ്രാധാന്യം നൽകിയില്ല, മനുഷ്യത്വത്തിന് കാര്യമായ പ്രാധാന്യം നൽകിയില്ല, അവരുടെ വെൽഫെയറിന് പ്രാധാന്യം നൽകിയില്ല. ഫാക്ടറി ഓർഗനൈസേഷനും അതുപോലെ വർക്കിനും ആണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യം ഇതാണ്: സ്പോട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്നവയിൽ നിന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ കണ്ടെത്തുക, വേറിട്ട് നിൽക്കുന്നതിനെ കണ്ടെത്തുക. എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ മെൻ്റൽ റെവല്യൂഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ ഓർഡർ. 3 എസ്പ്രിറ്റ് ഡി കോർപ്സ്. 4 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇതിൽ ഏതാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെൻ്റൽ റെവല്യൂഷനാണ് വേറിട്ട് നിൽക്കുന്നത്. എന്താ അതിന് കാരണം? അത് സജസ്റ്റഡ് ബൈ ഹെൻറി ഫയോൾ, അല്ലേ? മറ്റെല്ലാം ജനറൽ മാനേജ്മെൻറ്റ് തിയറിസ്റ്റായ ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇതെല്ലാം മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ ഓർഡർ, അതുപോലെ എസ്പ്രിറ്റ് ഡി കോർപ്സ്, ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നിവയെല്ലാം FW ടൈലറുടെ കോൺട്രിബ്യൂഷനാണ്. എന്നാൽ മെൻ്റൽ റെവല്യൂഷനോ ദറ്റ് ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഓർ കോൺട്രിബ്യൂട്ടഡ് ബൈ FW ടൈലറാണ്.
ബാക്കി 3 ഹെൻറി ഫയോളാണ് എന്ന കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. FW ടൈലർ ഈ മെൻ്റൽ റവല്യൂഷനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളായ ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന തത്വത്തിലാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ് ഡിയർ സ്റ്റുഡൻസ്, മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ടൈം സ്റ്റഡി ഈസ് ടു, സമയപഠനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഈ സമയപഠനം അഥവാ ടൈം സ്റ്റഡി പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് FW ടൈലറാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ മാനേജ്മെൻറ്റിലാണ് ടൈം സ്റ്റഡി വന്നിട്ടുള്ളത്. മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി തുടങ്ങിയ പഠനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ ടൈം സ്റ്റഡി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്ന്, ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു നിലവാരം, സമയത്തിൻ്റെ രൂപത്തിലുള്ള ഒരു നിലവാരം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. 2, ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ടു ബി എംപ്ലോയിഡ്. നമ്പർ ഓഫ് വർക്കേഴ്സിനെ തീരുമാനിക്കുന്ന കാര്യമാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നു. ദെൻ ഡിറ്റർമിൻ ലേബർ കോസ്റ്റ്, തൊഴിലാളികൾക്ക് വേതനം നൽകുന്ന കാര്യവുമായി, റെമ്യൂണറേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ടൈം സ്റ്റഡി എന്ന് സൂചിപ്പിക്കുന്നു. ദെൻ 4-ാമതായി പറയുന്നു, ഇവയെല്ലാം ഈ 3 കാര്യങ്ങളും ചേർന്നതാണ് ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്നു. നമുക്കറിയാം മറ്റൊന്നുമല്ല, ഓൾ ഓഫ് ദീസ് ആണ്. കാരണം ടൈം സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 3 കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, സ്റ്റാൻഡേർഡ് ടൈം തീരുമാനിക്കപ്പെടണം, നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ കാര്യം തീരുമാനിക്കപ്പെടണം, അവർക്ക് കൊടുക്കുന്ന ലേബർ കോസ്റ്റ് തീരുമാനിക്കപ്പെടണം. അല്ലാതെ കേവലം സമയം നിശ്ചയിക്കൽ മാത്രമല്ല ടൈം സ്റ്റഡി എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വയലേറ്റ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി? ഇക്വിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? FW ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇക്വിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളത് എവിടെയാണ്? ഹെൻറി ഫയോളിൻ്റെ ജനറൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിലാണ്. അപ്പോൾ ഇവിടെ ഇക്വിറ്റി എന്ന ആ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ ഏത് ടെക്നിക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏകദേശം 7ഓളം ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 4 ഇവിടെ തന്നിട്ടുണ്ട്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാൻ ആ പ്രിൻസിപ്പിൾസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് 7 ടെക്നിക്സ് അപ്ലൈ ചെയ്യാമെന്ന് FW ടൈലർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അതിലൊന്നാമത്തെ ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. രണ്ടാമത്തത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. 3, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. 4, മെത്തേഡ് സ്റ്റഡി. ഇതിൽ ഇക്വിറ്റി ഇല്ലാതാക്കുന്നത്, തുല്യത നഷ്ടപ്പെടുത്തുന്നത്, തുല്യത ഇല്ലാതാക്കുന്നത് ഏത്? ഇതൊരു വിമർശനം കൂടിയാണ്. ഇല്ലാതാക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. ഇത് മറ്റൊന്നുമല്ല, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റമാണ്. ഇത് നമ്മൾ നേരത്തെ അല്പം മുമ്പ് മറ്റൊരു ചോദ്യത്തിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്നുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? കൂടുതൽ അളവിൽ ജോലി ചെയ്യുന്ന ആൾക്ക് കൂടുതൽ വേതനം നൽകുന്ന രീതിയാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സമത്വം എന്ന ഒരു പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ നിലവാരത്തിലുള്ള 2 പേർ ഒരേ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരേ വേതനമാണ് നൽകേണ്ടത്. ഇനി അതൊരു സ്ത്രീയോ ഒരു പുരുഷനോ ആയാൽ പോലും അവർക്ക് ഒരേ വേതനം തന്നെ നൽകണം എന്നാണ് ഇക്വിറ്റി എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്നാൽ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം വരുമ്പോഴോ അല്പം ജോലി കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സ്പീഡ് കുറവുള്ള ആളുകൾക്ക്, സ്കില്ല് കുറവുള്ള ആളുകൾക്ക് കുറഞ്ഞ വേതനവും സ്കില്ല് കൂടുതലുള്ളവർക്ക് കൂടുതൽ വേതനവും നൽകുന്ന ഒരു സംവിധാനമാണ് ഈ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ ഹെൻറി ഫയോൾ പറഞ്ഞ ഇക്വിറ്റി എന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നു. FW ടൈലറുടെ ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്കിൽ വയലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഫോർ ഫാറ്റീഗ്? ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം അല്ലേ? എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമാണ് കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണമുണ്ടാകും. അപ്പോൾ അതിന് കാരണം ആകാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഫോർ ഫാറ്റീഗ്? ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, ബാഡ് വർക്കിംഗ് കണ്ടീഷൻസ്. 2, അൺസ്യൂട്ടബിൾ വർക്ക്. 3, ലാക്ക് ഓഫ് കോഡിയൽ റിലേഷൻസ് വിത്ത് ദ ബോസ്. ആൻഡ് 4th വൺ, ജോബ് എൻറിച്ച്മെൻറ്റ്. അപ്പോൾ ഫാറ്റീഗ് ഉണ്ടാകാതിരിക്കാനുള്ള കാരണമാണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ബാഡ് വർക്കിംഗ് കണ്ടീഷനാണോ? അത് ഫാറ്റീഗ് വരാനുള്ള സാധ്യതയുണ്ട്. അൺസ്യൂട്ടബിൾ വർക്ക്, നമുക്ക് അനുയോജ്യമല്ലാത്തൊരു ജോലി നമ്മളെ ഏൽപ്പിച്ചാൽ നമുക്ക് താല്പര്യമുണ്ടാവില്ല, ക്ഷീണം സംഭവിക്കാം. ദെൻ 3ാമത്, ലാക്ക് ഓഫ് കോഡിയൽ റിലേഷൻ വിത്ത് ദ മാനേജ്മെൻറ്റ്. ബോസ് എന്ന ഉദ്ദേശിച്ചത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലീഡർ അഥവാ മാനേജറുമായി നമുക്കൊരു നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ല. അവിടെയും നമുക്ക് താല്പര്യം നഷ്ടപ്പെടാം, തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കാൻ പറ്റാതെ വരും. എന്നാൽ നോക്കൂ, ജോബ് എൻറിച്ച്മെൻറ്റ് ഇവിടെ കറക്റ്റ് ആൻസറായി വന്നിരിക്കുന്നു. ജോബ് എൻറിച്ച്മെൻറ്റ് ഉണ്ടാകുന്ന ജോലിയിൽ നമുക്ക് ഉന്നമനം ഉണ്ടാകുന്നു, കൂടുതൽ സാറ്റിസ്ഫാക്ഷനോട് കൂടി വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അതുവഴി ഫാറ്റീഗ് എന്ന പ്രശ്നം ഇല്ലാതാകുന്നു. ഓക്കെ, ദെൻ അപ്പോൾ ഏതാനും ചില ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ കീ ടു എൻട്രൻസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കടന്നു വന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ചോദ്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മളിന്ന് ചർച്ച ചെയ്ത് FW ടൈലർ എന്ന മാനേജ്മെൻറ്റ് എക്സ്പേർട്ട്, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള 4 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, അത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ്. അതുമായി ബന്ധപ്പെട്ട കുറേയധികം ടെക്നിക്സും ഒക്കെ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ഓക്കെ, ലെറ്റ് us conclude the session. Thanks for watching. Meet again with a new episode. Thank you.